ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത താൻ ആരാ എന്ന് പറഞ്ഞ സിനിമയുടെ ചെറിയൊരു റിവ്യൂ ആയിട്ടാണ്. കൂടുതലൊന്നും പറയാനുള്ള സിനിമയെക്കുറിച്ച്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്, ദീപ്തി സതി, പിന്നെ ചിന്നു ചാന്ദിനി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സ്നേഹ ബാബു ഉണ്ട്. അപ്പം ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഹരിദാസാണ്. റാഫിയുടെ തിരക്കഥയിൽ പിന്നെ ഹരിദാസാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന സിനിമയാണ്. ഈ സിനിമ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ഒരു കള്ളൻ കുടുങ്ങി പോകുന്നതും ആ വീട്ടിലെ കുറച്ച് അവിഹിതങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു ഓൾഡ് ഓൾഡ് സ്റ്റോറി, ആ ഒരു ടെംപ്ലേറ്റിലെടുത്തൊരു സിനിമയാണ്. പിന്നെ പഴയ കഥ, ഒരു പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു പഴയ മോഡൽ കഥ. എന്താ പറയുക, ആ ഒരു മേക്കിംഗ് സംഭവങ്ങളൊക്കെ ആ ഒരു പഴയ മോഡൽ സംഭവമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പുതുമയൊന്നും അവകാശപ്പെടാനില്ല. ഇപ്പം ജസ്റ്റ് വെറുതെ ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ തോന്നിയത്. പിന്നെ ടെക്നിക്കൽ സൈഡിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പാട്ടുകളൊക്കെ ഒരു ഏവറേജ് ആയിരുന്നു. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഒരു ഏവറേജ് ആയിരുന്നു. മൊത്തത്തിൽ ടെക്നിക്കൽ സൈഡൊക്കെ മൊത്തത്തിൽ ഒരു ഏവറേജ് തന്നെയായിരുന്നു. പിന്നെ കോമഡി ഉണ്ട്, ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് നമ്മളെ പല സ്ഥലങ്ങളിലും. പക്ഷേ ചില ഭാഗങ്ങളൊക്കെ ചിരി വരുന്നുണ്ട്, ചില ഭാഗങ്ങളൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതിലാണ്. ആ ഒരു ഓൾഡ് ടെംപ്ലേറ്റിൽ, ആ ഒരു പഴയ കാലത്തെ ആ സിനിമകൾ ചിരിപ്പിക്കാൻ നോക്കുന്ന സംഭവമുണ്ട്. റാഫിയുടെ തിരക്കഥയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വലിയൊരു ലൈക്കായിട്ടുള്ള സിനിമ എന്നുള്ളതാണ്. നിങ്ങൾ സിനിമ തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. താൻ ആരാന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എന്തായി, താൻ ആരായി? സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയ്ക്ക് കയറിയല്ല, ഫ്രണ്ട്സ് എല്ലാവരും കൂടി പിടിച്ച് കളിച്ച് കയറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പിന്നെ എന്താ പറയുക, കോമഡി മൂവി കാണാം എന്ന് പറഞ്ഞു. ഞാൻ ഫൂട്ടേജിനോ അല്ലെങ്കിൽ ഹണ്ടോ കാണണമെന്ന് വിചാരിച്ചായിരുന്നു. 2 അബദ്ധങ്ങളാണ് എനിക്ക് പറ്റിയത്. അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, സിനിമയാണല്ലോ, കണ്ടു. പിന്നെ കൂട്ടുകാരപ്പുറം പോയി ഇരുന്ന് കണ്ടു പോകുന്നു, അത്ര തന്നെ. ഇത് കണ്ടു, അതായത് പാലും പഴവും. അതിൻ്റെ റിവ്യൂ കൂടി സത്യം പറയാൻ ഇതിൽ പറയാം കേട്ടോ. റിവ്യൂ ഒരു ബിലോ ആവറേജ് അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത് പാലും പഴവും എന്ന് പറഞ്ഞ സിനിമ. മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നുമില്ല, അതും നീട്ടി വലിച്ച് കൊണ്ടുപോവുകയാണ്. 2.5 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നത്. വെറുതെ വലിച്ച് നീട്ടി കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഒരു ഫീൽ ഗുഡ് കോമഡി ആ ഒരു ജേണലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. പക്ഷേ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. എനിക്ക് അത്രയും അങ്ങോട്ട് ലൈക്കായിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ 2 സിനിമ എനിക്ക് ലൈക്കായിട്ടില്ല. എന്തായാലും ഫുട്ടേജ് കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഹണ്ട് കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.